ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പം മഴ അല്പം കുറവുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് നല്ല മഴയായിരിക്കും. കുട്ടികളെയൊക്കെ നനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് മഴ പെയ്യുമല്ലോ. പുതിയ യൂണിഫോമും പുതിയ ഉടുപ്പും ഒക്കെ ഇട്ട് പോകുമ്പോൾ മഴയും ഒക്കെ നല്ലതാണ്. മഴ കണ്ടുകൊണ്ടിരിക്കാനും നല്ലതാണ്. പക്ഷേ അതേപോലെ മഴ കെടുതികളുമുണ്ട്, ദുരിതങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്തകളൊന്നും കേൾക്കാതിരിക്കുന്നതിലേ നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അമ്മ അതിൻ്റെയോട് ചെയ്ത ക്രൂരത കേൾക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയാണത്. അമ്മമാർക്ക് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാക്കിയ ആ വാർത്തയാണ്. അമ്മയെന്നുള്ള പേര് പറയാൻ പോലും ആ സ്ത്രീക്ക് യാതൊരു യോഗ്യതയുമില്ല. ഒരു കുട്ടിയെ ഇത്രത്തോളം പിന്നെ ഒരു പുഴയിലൊക്കെ എറിഞ്ഞ് കൊല്ലുക എന്ന് വെച്ചാൽ അത് പിഞ്ചു കുഞ്ഞിനെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. മാനസിക രോഗിയാണെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു മാനസിക രോഗിയായ അമ്മ പോലും അവരുടെ കുഞ്ഞിനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പിന്നെ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണല്ലോ. അന്നേരം എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നുള്ളൊരു ധൈര്യം സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റേതായ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് അനുകൂലമായ സ്ത്രീകളിപ്പോൾ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് കുറേ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരുപാട് അഹങ്കാരങ്ങൾ സ്ത്രീകൾ തന്നെ കാണിക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ കുട്ടി തന്നെ കൊന്നിട്ട് എന്താ ആ സ്ത്രീ സുഖമായിട്ട് സെല്ലിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത്. യാതൊരു മനപ്രയാസവും വിഷമവും ഇല്ല, സുഖമായിട്ട് സെല്ലിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇത് കേട്ട ജനങ്ങളും വാർത്ത അറിഞ്ഞ് നമ്മൾ വരെ ഇത്രയും വിഷമിക്കുമ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. അവർക്കുള്ള ആ മാനസിക നിലയുടെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ഒരു പ്രസവിച്ച അമ്മ, പ്രസവവേദന അനുഭവിച്ചിട്ടുള്ള ഒരമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് പ്രസവിച്ച് അവർ ഓപ്പറേഷൻ ആയിരുന്നോ എന്തോന്ന് എനിക്കറിയത്തില്ല. എന്തോ ആയാലും എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഓപ്പറേഷൻ കഴിഞ്ഞ് എന്തെല്ലാം വേദനയുണ്ട്. പ്രസവവേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു കുഞ്ഞിനോടും ആർക്കും ചെയ്യുമോ, വേറെ ഒരാളുടെ കുഞ്ഞിനോട് പോലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിഷമമുള്ള കാര്യമാണ്. ഓർക്കും തോറും നമുക്ക് ആ കുട്ടിയുടെ ഫോട്ടോയും അതൊക്കെ കാണും. ഞാനിപ്പോൾ കഴിവതും അത് കാണാതെ ഇരിക്കാൻ ശ്രമിക്കും. എങ്കിലും വാർത്ത ഇടുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ. നിയമങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമാണ് ഇപ്പോൾ. അതിൻ്റേതായ പുരുഷന്മാരും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്ത് പരാതി കൊണ്ട് കൊടുത്താലും അതിനകത്ത് പെട്ടെന്ന് ആക്ഷൻ എടുക്കും. പക്ഷേ ഒരു പുരുഷൻ്റെ പരാതികൾക്കൊന്നും വലിയ നിയമത്തിൽ വലിയ പ്രാബല്യമൊന്നും കാണുന്നില്ല. അവർ ഒരുപാട് കേസും തെളിയിച്ചും ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേന് മാത്രമേ ആ പുരുഷന് നീതി കിട്ടാറുള്ളൂ. പല കേസുകളിലും എല്ലായിടത്തും സ്ത്രീകളെ അങ്ങ് പീഡിപ്പിക്കുകയൊന്നുമല്ല. പീഡിപ്പിക്കുന്ന സ്ത്രീകളും ഉണ്ട്, പീഡനം അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അവരുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ ഒക്കെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് എന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെയധികം ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണത്. പിന്നെ ഈ ആ കുട്ടി പറയുന്നത് എന്തോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വിഷമം കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടിയെ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിൽ പണ്ട് മരുമോളുടെ കണ്ണീര് കണ്ടാലും മകൻ മരിച്ചാലും മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്ന കണക്കായിപ്പോയി. എന്താ ഈ കുട്ടിക്ക് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നുള്ളത് വളരെ അധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് ആർക്കും ഇപ്പം കല്യാണം കഴിച്ച് വന്നാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ആ കുട്ടികൾക്ക് ഒരു താല്പര്യമില്ല. എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, വീട്ടിൽ പോകണം, തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഒരു ഭൂരിഭാഗം കുട്ടികൾ. കുറേയൊക്കെ കുട്ടികളെ ഉള്ളൂ അവർക്ക് ആ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നത്. പക്ഷേ എല്ലാ കുട്ടികളും ഒന്ന് ചിന്തിക്കുക, നമ്മൾ എന്തായാലും കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാൽ പോലും നമുക്ക് അമ്മ പറയുന്നത് കേൾക്കണം, അച്ഛൻ പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിന് കേൾക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കായാലും നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജീവിക്കാൻ പറ്റും. അത് സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നിഷ്ടത്തോടുകൂടി ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭർത്താവിനെ സംശയം, ഭാര്യയെ സംശയം, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ കുറ്റം, ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം, ഇതിങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഷമങ്ങളൊക്കെ ഓരോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്.
അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. നമ്മൾ വിദ്യാഭ്യാസം അറിവ് നേടുന്നത് എന്തിനാ? ഇതേപോലുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ചിന്ത വേണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ വിഷമിച്ച് വിചാരിച്ചിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൻ്റെ ഒരുപാട് ദുരുപയോഗങ്ങളും ഉണ്ട്. അതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നെത്തിക്കും. പിന്നീട് ഈ പൈസ എന്ത് ചെയ്യുന്നു, ചിലവാക്കുന്നതിനെക്കുറിച്ച് അറിയാൻ വയ്യായിരിക്കുമോ, എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ തന്നെ 1 ലക്ഷം രൂപ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തത് എന്ത് ചെയ്തെന്ന് ഇപ്പോൾ ഭർത്താവിനും അറിഞ്ഞുകൂടാ, പെണ്ണിൻ്റെ വീട്ടുകാർക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഇതിനൊക്കെ ഒരു സ്ട്രിക്റ്റ് സ്ത്രീകൾക്ക് വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു സ്ത്രീകൾക്ക്. ഇപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉണ്ട്, അവർ ഇഷ്ടംപോലെ പൈസയൊക്കെ കണ്ട് വളരുന്നത് കൊണ്ട് അവർക്ക് അത്രയ്ക്ക് പൈസയുടെ വിലയൊന്നും അത്രയ്ക്കൊന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പം മക്കളെ അമ്മമാരെ അടിച്ചെന്നും അച്ഛനെ അടിച്ചെന്നും ഒക്കെ വാർത്തകൾ കേൾക്കാം. പക്ഷെ അമ്മമാരൊരിക്കലും കുട്ടികളെ ഇങ്ങനെ കൊന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വാർത്തകളൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. എല്ലാം കലിയുഗത്തിലുള്ള ഓരോ മാറ്റങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ വീടുകളിലെ ചുറ്റുപാടുകളിൽ വരുന്ന നമ്മളൊരു കുട്ടി വളർന്നു വരുമ്പോൾ ആ വീട്ടിലെ ചുറ്റുപാടും അവിടുത്തെ സാഹചര്യവും അവിടുത്തെ രീതികളും ഒക്കെ നമുക്ക് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരു അമ്മയും അച്ഛനും എങ്ങനെയാണ് അവരുടെ വീട്ടിൽ പെരുമാറുന്നത്, അതുപോലെ ആങ്ങളെയും പെങ്ങന്മാരും എങ്ങനെ പെരുമാറുന്നത്, ആരെയൊക്കെ ബഹുമാനിക്കണം, ആരെയൊക്കെ ഭയക്കണം എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ കൊച്ചുനാളിലെ നമ്മുടെ മനസ്സിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ ആ കുട്ടി വളർന്നു വരുമ്പോഴും ആ ചിന്ത വരത്തുള്ളൂ. ആരെയും അനുസരിക്കത്തില്ല, ആരെയും വകവെക്കാതെയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചില മാനസിക വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും കൊള്ളാം. പക്ഷേ ഈ സംഭവം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. എല്ലാവരും അത് അറിഞ്ഞു കാണും, വാർത്തയൊക്കെ കേട്ട് കാണുമെന്നും അറിയാം. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്നതും അതുപോലെ കുട്ടികളെ ഉപദ്രവിക്കുന്ന അച്ഛന്മാരും രണ്ടാനച്ഛന്മാരും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മമാരങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ നമ്മളങ്ങനെ കേൾക്കാറില്ല. പിന്നെ ഇതുപോലുള്ള മാനസിക നില തെറ്റിയ അമ്മമാരൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു കുഞ്ഞിനെ കൊല്ലുന്നിടത്തോളം എത്തുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. ഇനി ഇങ്ങനെയുള്ള അമ്മമാരൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മമാർക്ക് തന്നെ അപമാനകരമായ രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മയെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ. അമ്മമാരാണ് എല്ലാം കാണിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അവരെ നേരായ രീതിയിലൂടെ വളർത്തുന്നതുമൊക്കെ. അപ്പോൾ അമ്മ തന്നെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും? എല്ലാം കലിയുഗമാണെന്ന് നമുക്ക് കലിയുഗത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളായിട്ടാണ് എനിക്കിതിനെയൊക്കെ തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.